ഫ്രണ്ട്സ്, വെൽക്കം ടു വിനൂസ് കുക്കിംഗ്. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. പക്ഷേ കുക്ക് ചെയ്യുന്നത് ഞാനല്ല, ഒരു നളപാചകമാണ്. അപ്പോൾ നമുക്ക് ആരാന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഷെഫ് പ്രമോദ് സർ. ഇന്ന് നമുക്ക് ഒരു കപ്സ ഉണ്ടാക്കുന്നത് കാണാം. കപ്സ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു വെച്ച സാധനങ്ങളാണ് ഇതെല്ലാം. ക്യാപ്സിക്കം, ഉള്ളിയുണ്ട്, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കടല, ക്യാരറ്റ്, പൊട്ടറ്റോ വേണമെങ്കിൽ ഇട്ടാൽ മതി. ക്യാരറ്റ്, പൊട്ടറ്റോ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഡ്രൈ ലെമണാണ്. മസാലകൾ അറബിക് മസാലയും മഞ്ഞൾപ്പൊടിയും, പിന്നെ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ട്. പിന്നെ ഇത് ചിക്കൻ നമ്മൾ പുഴുങ്ങിയ ചിക്കൻ സ്റ്റോക്ക്, ചിക്കൻ സ്റ്റോക്ക്. ഇത് മറ്റേ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത്. ഓക്കെ ഓക്കെ. പിന്നെ ചിക്കൻ ഇത് മസാല, ചിക്കൻ മാരിനേറ്റ് ചെയ്ത് എന്തെല്ലാന്ന് അതിൽ മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, കുറച്ച് അറബിക് മസാല ഉണ്ട്, ടൊമാറ്റോ പേസ്റ്റ്, സോൾട്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഓക്കെ. റൈസ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെക്കാം. ചിക്കൻ പൂർണ്ണമായിട്ട് ഫ്രൈ ചെയ്യില്ല, ഒരു ഹാഫ് ഡൺ ഫ്രൈ ചെയ്തു. ഇത് നമ്മൾ റൈസ് ഉണ്ടാക്കുന്ന വെള്ളത്തിൽ അതിലിട്ട് ജസ്റ്റ് ഒന്ന് എടുക്കുമ്പോഴത്തേക്ക് പുഴുങ്ങിയെടുക്കുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ട് വരും. പിന്നെ റൈസ് ദമ്മാവുമ്പോൾ ബാക്കിയുള്ള അടുത്ത ബാക്കി റൈസ് ഉണ്ടാക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പൊ ചിക്കൻ ഓവർ കുക്കാവേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഫ്ലേവർ നമ്മൾ ഓവർ ഫ്ലേവർ. അപ്പൊ നമ്മൾ അഥവാ നമ്മൾ ബൾക്കായിട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യും. ഇതിപ്പോ ഒരു 10-12 ആൾക്കാർക്ക് അല്ലേ? ചിക്കൻ്റെ സ്കിന്നും മറ്റേ വേസ്റ്റ് ഭാഗങ്ങളൊക്കെ വരുമല്ലോ, അത് പുഴുങ്ങിയിട്ടാണ് ഈ വെള്ളം എടുത്തിട്ടുള്ളത്. ചിക്കൻ്റെ വിങ്സും കഴുത്ത്, സ്കിന്ന് അതൊക്കെ ചേർത്തിട്ട് ചിക്കൻ ഒരു സൈഡ് മാർക്കിട്ടിട്ടുണ്ട്, ബാക്കി കൂടി കുക്കാണ് ഇനി. അപ്പോൾ ചിക്കനെല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി റൈസ് കുക്ക് ചെയ്യാൻ പോവാണ്. 15 മിനിറ്റ് കുതിർത്ത് വെച്ച റൈസായത്. ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. പാത്രത്തിലോട്ട് ഗീ ഒഴിക്കുന്നുണ്ട്. ഫ്രൈ ചെയ്ത ഓയിലും കൂടി ഒഴിക്കുന്നുണ്ട്, ചിക്കൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിലോട്ട് സ്പൈസസ് എല്ലാം ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ചതച്ച് വെച്ചതല്ലേ? എന്തായാലും മതി. ഇതിലേക്ക് ഡ്രൈ ലെമൺ ഇട്ടതിന് ശേഷം ക്യാപ്സിക്കവും ഉള്ളിയും കൂടി ചേർക്കണം. അരി എടുത്ത ഗ്ലാസ്സാണിത്. അതിലേക്ക് ആ ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തക്കാളിയും പച്ചമുളകും ചേർക്കുന്നുണ്ട്. പച്ചമുളക് മുഴുവനോടെയാണ് ചേർക്കുന്നത്. ഇതിലോട്ട് മസാലപ്പൊടി ചേർത്തോട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. ടൊമാറ്റോ പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട്. ഫ്ലേവർ കൂടും. അപ്പോൾ ഉപ്പിൻ്റെ ഇത് കുറച്ചിട്ട് ചേർത്താൽ മതി. ഇതിൽ ഉപ്പ് അധികം ഉണ്ടാവും, ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പുണ്ടാവും. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പാർട്സിൻ്റെ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. വേവിച്ച ചിക്കൻ വെള്ളം ചേർത്തതിന് ശേഷം ബാക്കിയുള്ള വെള്ളം നമ്മൾ തിളപ്പിച്ചിട്ടാണ് ഇതിലോട്ട് ഒഴിക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർക്കേണ്ടത്. ഇനി ഇതൊക്കെ ഒന്ന് തിളച്ചതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാം. അതുവരെ നമുക്ക് മൂടി വെക്കാം. ഇതിലോട്ട് കടല ചേർക്കുന്നുണ്ട്. മല്ലി, പുതിന, മല്ലി മാത്രം. ഇതിലോട്ട് ഏത് കടല വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ പൊട്ട് കടലയാണ് ചേർത്തത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനൊക്കെ ഒരു സ്ട്രെയിനറിൽ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്ത് വെച്ച ക്യാരറ്റും പൊട്ടറ്റോയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത്. റൈസിലെ വെള്ളമൊക്കെ ഒന്ന് കുറച്ച് വറ്റിയതിന് ശേഷം
ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുകളിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഒരു ഫോയിൽ പേപ്പർ വെച്ച് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെക്കണം. ഇതിൻ്റെ മുകളിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ഒരു അരമണിക്കൂർ ദം ചെയ്യാൻ വെക്കണം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കപ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫോയിൽ മാറ്റാൻ പോവുകയാണ്. അടിപൊളി കപ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമാണ് ഇവിടെ. ചിക്കനൊക്കെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ചിക്കനൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില ഇട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം അതൊക്കെ ഒന്ന് മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കണം. അങ്ങനെ നമ്മുടെ കബ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഹോം മെയ്ഡ് അച്ചാറുമാണ്. ഇവരിത് സെയിൽ ചെയ്യുന്നുണ്ട്. എല്ലാവിധ അച്ചാറുകളും ഇവിടെ ഇവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവിധ അറബിക് റൈസും ഇവിടെ ഇവർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. പിന്നെ വെറൈറ്റീസ് അച്ചാറും ഉണ്ട്. അപ്പോൾ ഇത് എനിക്കിതാ ഒരു പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. ഡ്രൈ ലെമണിൻ്റെ നല്ലൊരു പുളിപ്പെല്ലുണ്ട്. ശരിക്കും അറബിക് ഫ്ലേവറൊക്കെ വന്നിട്ടുണ്ട്. ചിക്കൻ നോക്കി നോക്കാം. ചിക്കനിലും നല്ല മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷെഫ് ആരാന്ന് മനസ്സിലായോ? മീനുവിൻ്റെ അച്ഛനാണ്. പപ്പടമുണ്ട്, ഹോം മെയ്ഡ് അച്ചാറുണ്ട്, സാലഡ് ഉണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. കപ്സ ഇതാ മീനു ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. മീനുവിന് ഇഷ്ടപ്പെട്ട് ഇനി കുട്ടികൾക്ക് കൊടുക്കും. അപ്പോൾ ഞങ്ങളിതാ വൈൻഡപ്പ് ചെയ്യുകയാണേ. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് വരാം ഷെഫിൻ്റെ കൂടെ. തീർച്ചയായിട്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. വെറൈറ്റി ഫുഡുമായിട്ട് വരാം. ബൈ. മീനുവിൻ്റെ അമ്മക്ക് വീഡിയോയിൽ വരാൻ മടിയായിരുന്നു. അതുകൊണ്ട് മീനുവിൻ്റെ അമ്മേനെ വീഡിയോയിൽ എടുത്തിട്ടില്ല, കാണിച്ചിട്ടില്ല.